കണ്ണൂരിലെ നിലവിലെ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതാണ്. ഈ നിഖിലുണ്ട് നമുക്കൊപ്പം. നിഖിലെ ഈ സുധാകരന്റെ കാര്യമാണ് ഇങ്ങനെ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക പുറത്തിറങ്ങുന്നത് വൈകിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാൻ വമ്പൻ ട്വിസ്റ്റ് ആയിരുന്നു രാവിലെ വന്ന വാർത്ത. അതായത് കെ സുധാകരന് സീറ്റ് നൽകാനുള്ള തീരുമാനം. അതിന് എ കെ ആന്റണി, ഏറ്റവും മുതിർന്ന നേതാവ് എ കെ ആന്റണി ഇടപെട്ടു, രമേശ് ചെന്നിത്തല ഇടപെട്ടു. ഈ ഇടപെടലൊക്കെയും ഫലം കണ്ടാണ് ഒടുവിൽ സുധാകരൻ എന്നാൽ സീറ്റ് കൊടുക്കാം എന്നൊരു ധാരണയിലേക്ക് വന്നത്. അതിന് പിന്നാലെയാണ് ഞാൻ നേരത്തെ ശരത്തിനോട് പറഞ്ഞ പോലെ കണ്ണൂരിൽ രണ്ട് ഈ പ്രകടനങ്ങൾ കണ്ടു. ഒന്ന് പ്രതിഷേധ പ്രകടനവും ഒന്ന് സന്തോഷ പ്രകടനവും നമ്മൾ കണ്ടത്. ഇതിപ്പോ സുധാകരന് സീറ്റില്ല എന്ന് പറയുന്നു. എന്താണ് കണ്ണൂരിൽ ഈ സുധാകരൻ അനുകൂലികളുടെ, സുധാകരൻ ക്യാമ്പ് എന്ത് പറയുന്നു? സേതു, ഏതായാലും ഇപ്പറഞ്ഞതുപോലെ മൊത്തത്തിൽ കോൺഗ്രസിനകത്തുള്ള ഒരു ആശയക്കുഴപ്പവും ആശങ്കയും ഒക്കെ ഇപ്പോൾ ഈ സുധാകരൻ അനുകൂലികളെയും ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഘോഷിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ പോകുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് കണ്ണൂർ DCCക്ക് മുന്നിൽ പന്തം കൊളുത്തി പ്രകടനമായിരുന്നു അവർ നടത്തിയത്, കെ സുധാകരന് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇന്നിപ്പോൾ രാവിലെ ആകുമ്പോൾ കെ സുധാകരന് കണ്ണൂർ സീറ്റ് കിട്ടുമെന്ന വിവരം വന്നതോടുകൂടി വലിയ മാലപ്പടക്കവുമായൊക്കെ എത്തി DCC ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഹ്ലാദിക്കുന്നു. അതിന് തൊട്ടു മുൻപ് കെ സുധാകരന് സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് കെ സുധാകരൻ്റെ സീറ്റ് ഇല്ലാതാക്കുന്നത് ഒരു കോക്കസ്, ആ കോക്കസിന് നേതൃത്വം നൽകുന്നത് KC വേണുഗോപാലാണ് എന്ന് പറയുന്നു. ഇങ്ങനെ അടിക്കടി നിലപാടുകൾ മാറ്റി പറയേണ്ടി വരികയും സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് കണ്ണൂരിലെ കെ സുധാകരൻ അനുകൂലികൾ എന്നുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഏതായാലും സുധാകരൻ ക്യാമ്പ് ഇപ്പോഴും കണ്ണൂരിൽ വിശ്വസിക്കുന്നത് കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി കെ സുധാകരൻ തന്നെ ആകുമെന്നാണ്. അവർ അതിനുള്ള ഒരുക്കങ്ങൾ, അതായത് ഡൽഹിയിൽ നിന്ന് ഈ വലിയ പോരാട്ടത്തിന് ശേഷം സീറ്റ് സ്വന്തമാക്കി തിരിച്ചു വരുന്ന കെ സുധാകരനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ച് വലിയ റോഡ് ഷോയായി കണ്ണൂരിലേക്ക് വരാനൊക്കെയാണ് അവർ പദ്ധതിയിടുന്നത്. അതിനുള്ള പദ്ധതികളൊക്കെ ഈ കെ സുധാകരൻ അനുകൂലികൾ തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. പക്ഷേ ഏതായാലും ഈ പറഞ്ഞതുപോലെ കണ്ണൂർ സീറ്റിൻ്റെ കാര്യത്തിൽ അവിടെ തീരുമാനമാകാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ കണ്ണൂർ DCCയിലകത്ത്, ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് തന്നെ ഇത് വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. ഇന്ന് എളയാവൂർ കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ യോഗം ഉച്ചയ്ക്ക് കണ്ണൂർ DCCയിൽ നടന്നിരുന്നു. ആ യോഗത്തിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റമാണ് ഉണ്ടായത്. DCC പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കെടുത്ത യോഗമായിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു വാക്കേറ്റവും തർക്കവും ഒക്കെയാണ് അതിൽ കണ്ടത്. അതിൽ വലിയൊരു വിഭാഗം കെ സുധാകരനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുധാകരൻ ഇങ്ങനെ ഈ വാശി പിടിക്കുകയും മുതിർന്ന നേതാക്കൾ, അതായത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റായ രീതിയാണ് എന്ന തരത്തിലേക്ക് ഈ യോഗത്തിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് അഭിപ്രായ പ്രകടനം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ നിലവിൽ കെ സുധാകരന് പകരം പരിഗണിക്കപ്പെടുന്ന TO മോഹനനെതിരെയും വിമർശനമുണ്ട്. TO മോഹനൻ കെ സുധാകരനെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. കെ സുധാകരൻ BJPയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നിൽ TO മോഹനാണ് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ചവരുമുണ്ട്. ഏതായാലും കണ്ണൂരിലെ കോൺഗ്രസ് ഇങ്ങനെ രണ്ട് തട്ടിലായി നിൽക്കുകയാണ്. ഏറ്റവും നിഖിൽ പറയുന്ന അനുസരിച്ച് കണ്ണൂരിൽ സർവത്ര പൊട്ടിത്തെറി എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ ഒരു പ്രേക്ഷകൻ സൈനുലാബ്ദീൻ പറയുന്നത് ഇനി മാങ്കൂട്ടം ഇടപെട്ടാൽ മാത്രമേ സുധാകരൻ അടങ്ങുകയുള്ളൂ എന്നാണ് ആ പ്രേക്ഷകന്റെ ഈ പ്രതികരണം. നമുക്ക് ഇനിയിപ്പോൾ പോകേണ്ടത് സുധാകരൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വിട്ടാൽ ഒരു മുന്നണി രൂപീകരിച്ചാൽ അത് കണ്ണൂരിൽ എന്നല്ല കേരളത്തിൽ പാർട്ടിയുടെ വിജയത്തെ, കോൺഗ്രസിന്റെ വിജയത്തെ അത് വല്ലാണ്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കണ്ണൂരിലെ CPMനുള്ളിലെ നിലവിലെ പൊട്ടിത്തെറി മുതലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി കോൺഗ്രസിന് വന്നു ചേരും. അങ്ങനെ ഒരു സ്മാർട്ട് മൂവ് നേരത്തെ എടുത്തിരുന്നു പാർട്ടി. പക്ഷേ ഇനിയിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെയൊക്കെയും നേരിടുന്നത്? തീർച്ചയായും അസാധാരണ പ്രതിസന്ധിയാണ് നിലവിൽ കോൺഗ്രസിൽ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിലും സംശയം ഒന്നുമില്ല. ബിനിൽ